നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാരഗ്രാഫിൽ വേണ്ട പോയിന്റ്സ് നമുക്ക് നോക്കാം. ബോൺ ഈസ് 1/3 കണക്റ്റീവ് ടിഷ്യൂ. ബോൺ എന്താണ്? ഇറ്റ്സ് എ 1/3 കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇറ്റ് ഈസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് കാൽസ്യം സോൾട്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് 2/3 പാർട്സ്. ഈ ബോൺസിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? കാൽസ്യം സോൾട്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ഇനോർഗാനിക് കാൽസ്യം സോൾട്ട് മെയിൻലി കാൽസ്യം ഫോസ്ഫേറ്റ്, partly calcium carbonate and some traces of other salts. ഇതൊക്കെയാണ് ഓർഗാനിക് കാൽസ്യം സോൾട്ട്സിൽ വരുന്നത്. എന്തൊക്കെയാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് ആൻഡ് സം അതർ ട്രേസ് ഓഫ് സോൾട്ട്സ്. അത് മനസ്സിലായല്ലോ? തിങ്സ് മേക്ക് ഇറ്റ് ഹാർഡ് ആൻഡ് റിജിഡ്. ഹാർഡായിട്ടും റിജിഡ് ഫോമായിട്ട് കാണപ്പെടുന്നത് ഓർഗാനിക് കാൽസ്യം സോൾട്ട്സിൽ വരുന്ന നമ്മുടെ കാൽസ്യം ഫോസ്ഫേറ്റും പിന്നെ കാൽസ്യം കാർബണേറ്റ് പിന്നെ മറ്റുള്ള അതർ സോൾട്ട്സ് ഒക്കെയാണ് നമ്മുടെ ഈ ബോൺസിന് ഹാർഡ് റിജിഡ് ഫോമിലായിട്ട് കാണപ്പെടുന്നത്. So which can afford resistance to compressive forces of weight bearing and impact forces of jumping. നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ഇനോർഗാനിക് കാൽസ്യം സോൾട്ട്സിൽ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മുടെ ബോൺസ് ഹാർഡായിട്ട് റിജിഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സഡനായിട്ട് ഫോഴ്സസ് വന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റെസിസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റുന്നത് ഇനോർഗാനിക് കാൽസ്യം സോൾട്ട്സ് കാരണമാണ്. കാരണം നമ്മുടെ ബോൺസ് ഹാർഡായിട്ടും റിജിഡായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു ഫാക്ടേഴ്സ് കൊണ്ടാണ്. സോ നെക്സ്റ്റ് പോയിന്റ് ഓർഗാനിക് കണക്റ്റീവ് ടിഷ്യൂ. ഓർഗാനിക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളാജൻ ഫൈബേഴ്സ് ആണ്. സോ ഇറ്റ്സ് മേക്ക് ഇറ്റ് ടഫ് ആൻഡ് റെസിലൻ്റ് എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആണ്. സോ വിച്ച് ക്യാൻ അഫോർഡ് റെസിസ്റ്റൻറ്റ് ടു ടെൻസൈൽ ഫോഴ്സസ്. ഇൻ സ്ട്രെങ്ത് ബോൺ ഈസ് കമ്പാരബിൾ ടു അയൺ ആൻഡ് സ്റ്റീൽ. ടെൻസൈൽ ഫോഴ്സസ് വന്നാൽ നമ്മുടെ കൊളാജൻ ഫൈബേഴ്സ് ആണ് ബോൺസിന് ടഫായിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, നോക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ടും ടഫായിട്ട് നിൽക്കുന്ന രീതിയിൽ ബോണ് മേക്സ് ചെയ്തേക്കുന്ന ആരാണ്? കൊളാജൻ ഫൈബേഴ്സ് ആണ്. അതേപോലെ തന്നെ എന്താണ്? ബോൺസിന് റിജിഡായിട്ടും ഹാർഡായിട്ടുള്ള കണ്ടീഷൻസിനെ സഹായിക്കുന്നത് ആരാണ്? കാൽസ്യം സോൾട്ട്സ് ആണ്. ഓക്കെ, കാൽസ്യം സോൾട്ട്സ് ആണ്. സോ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ്, despite its hardness and high calcium content, the bone is very much a living tissue. It is highly vascular with a constant turnover calcium content. It shows a characteristic patterns of growth. It is subjected to disease and heals after a fracture. It has greater regenerative power than any other tissue of the body except blood. It can mold itself according to changes in stress and strain it bear. It shows disuse atrophy and overuse hypertrophy. And over ഈ ഒരു പാരഗ്രാഫിൽ വേണ്ട പോയിന്റ്സ് ഒക്കെ നോക്കാം. ഹാർഡ്നെസ്. Despite its hardness and high calcium content, the bone is very much a living tissue. ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിവിങ് ടിഷ്യൂ ആണ്. ഇത്ര ഹാർഡായിട്ടും ഹൈ കാൽസ്യം കണ്ടന്റ് ആയിട്ട് നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ ബോൺസ് എന്താണ്? ഇറ്റ്സ് എ ലിവിങ് ടിഷ്യൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഹൈലി വാസ്കുലർ ആൻഡ് വിത്ത് എ കോൺസ്റ്റന്റ് ടേൺ ഓവർ ഓഫ് ഇറ്റ്സ് കാൽസ്യം കണ്ടന്റ്. സോ ഇറ്റ് ഈസ് ബോൺസ് ഈസ് എ ഹൈലി വാസ്കുലർ ആണ് ആൻഡ് ഇറ്റ് ഹാസ് ഓഫ് കാൽസ്യം കണ്ടന്റ്. പിന്നെ പറയുന്നത് ഇറ്റ് ഷോ എ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് ഗ്രോത്ത്. സോ ഇറ്റ് ഈസ് സബ്ജക്ട് ടു ഡിസീസ് ആൻഡ്